അജ്മൽ അമീർ. അജ്മൽ അമീർ എയറിലാണ് ഗൈസ്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. അപ്പൊ ഞാൻ എവിടെ നിൽക്കും? നമുക്ക് എന്റെ ഫ്ലാറ്റിലേക്ക് പോയാലോ? അവിടെ ആരുമില്ല, കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാം. എവിടെ? അമ്മടെ പുളുസോ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ താൻ മാരീഡ് അല്ലേ? അവളോട് പണി നോക്കാൻ പറ. അവളെന്റെ ഭാര്യയല്ല, ശൂർപ്പണഖ. സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് കേരളത്തിലുണ്ടോ? നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അവരെ പല ചായച്ച് സംഗമിക്കാനൊന്നും എന്നെ കിട്ടുന്നില്ല. ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ടാണെന്നല്ല. കോഴി എനിക്ക് മേലക്കൊന്നു. എന്തിന്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? നിനക്ക് താഴെ ചപ്പി എടുക്കാനുള്ളല്ലേ? താനൊന്ന് മുറിക്ക് പുറത്തു പോയേ. വൃത്തിയായിട്ടവനെ നാറി മനസ്സ് ചിത്തേക്ക് നോക്കിണ്ടല്ല. എന്നെ ഇട്ടൊന്നുമില്ല. അയ്യോ എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. മേലക്കൊന്നു. എന്തിന്? നിനക്ക് താഴെ ചപ്പി എടുക്കാനുള്ളല്ലേ? അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഞാൻ അത്രക്കാരൻ തൽപരകശിയല്ല. പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം. ഒരു 25 അല്ല ഒരു 23 വയസ്സ് പ്രായം. പഴയ നായികമാരുടെ സൗന്ദര്യം. സൈഡ് ആംഗിളിൽ നിന്ന് നോക്കിയാൽ ജയപ്രദ, പിന്നിൽ നിന്ന് നോക്കിയാൽ ഭാനുപ്രിയ, മുമ്പിൽ നിന്ന് ശ്രീദേവി. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്കതിലൊരു ഭാവി ഉണ്ട് മോനെ. എന്റെ പൊന്നു ദിനേശ, പണ്ടോട്ടെ നിനക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴേ 5ാം ക്ലാസ് തൊട്ട് ഞാൻ കാണുന്ന. ഞാൻ കുളിച്ചു. ഇന്ന് ബാത്തപ്പി കിടക്കുമായിരുന്നു കുറെ നേരം. റോസ് വാട്ടർ. കൊളക്കോഴി കൊത്തുന്നുണ്ടെന്നാ തോന്നുന്നേ. എന്നാ ഞാൻ കുറച്ച് തവിടും പിണ്ണാക്ക് വിട്ടു കൊടുത്തേക്കാം. 2 മണിക്കൂർ ബാത്തപ്പിൽ. പെൺപിള്ളേർക്ക് ഇപ്പൊ ക്രേസ് മധ്യവയസ്കരെയാ. ഞാൻ എന്തോ ചെയ്യും? എല്ലാവർക്കും എന്നെ മതി. വളർത്തി വളർത്തി കൊല്ലാനാന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ. ഹലോ, കൊറേ ഉണ്ട് ഇയാളെ കുറിച്ച് കംപ്ലൈന്റ്. പുതിയ പരാതി എഴുതിക്കോ. കൊലക്ക് കൊടുക്കല്ലേ ചെയ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജ് ആയിട്ടായിരുന്നു. എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും. കഴിഞ്ഞ വർഷം പുള്ളി എന്നിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു. ഐ തോട്ട് ഹി വാസ് ലൈക്ക് ജെനുവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണെന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസന്റ് ലൈക്ക് എ നോർമൽ സ്റ്റഫ്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. വാനിഷ് മോഡ് യൂസ് ചെയ്തു. എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി കുലകൾക്കിടയിലേക്ക് വരുമോ? അപ്പം ഐ മെറ്റ് ഹിം വൺസ്. എന്നെ വളരെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി. തെറ്റാണോ? ഒന്നില്ലെങ്കിൽ അജ്മൽ അമീറിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അറിയാലോ, ഇത് ഇവൻ ഇങ്ങനെയാണെങ്കിൽ അവന്റെ മാക്സിമം എടുത്തിട്ട് ഇവൻ അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് കളയാന്നുള്ള രീതിക്കായിരിക്കണം. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി മ്യൂച്വൽ കൺസെന്റിലുള്ള ഒരു റിലേഷൻ ആയിരിക്കണം. വാട്ട് എവർ ഇറ്റ് ഈസ്. അവിടെ എവിടെയും ഒരു ഒരു ഡിനൈങ് അല്ലെങ്കിൽ തെറി വിളിച്ചുള്ള ഓടിക്കൽ, ഈ സംഗതികളൊന്നും കാണാൻ എനിക്ക് ആ ഒരു ഓഡിയോ ഒരു ഫീല് കിട്ടിയിട്ടില്ല. സംഗതി ആകെ നാട്യക്കേസായി. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി. പുറത്തോട്ടൊന്നും വന്നിട്ടില്ല.